Hi, welcome to Xello English. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര പേടിയാണല്ലേ. ഇനി അഥവാ സംസാരിക്കാമെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് തെറ്റിയും പോവും, നമുക്ക് ഫ്ലോയും കിട്ടത്തില്ല. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? It's because we think in Malayalam even before we start speaking in English. നമ്മളെപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിലും ആദ്യം മലയാളത്തിൽ അത് ചിന്തിച്ചെടുത്തിട്ട് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്താണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അല്ലേ. ഇതാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ബുദ്ധിമുട്ടാവാനുള്ള മെയിനായിട്ടുള്ള പ്രശ്നം. ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സീരിയസ് ആണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ പറ്റി അറിയാനും മറ്റ് കാര്യങ്ങളെപ്പറ്റി അറിയാനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. Now back to the topic. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മലയാളത്തിൽ ചിന്തിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഫ്ലോയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്. നമുക്ക് കുറച്ചൊക്കെ അറിയാമായിരിക്കും ഇംഗ്ലീഷ്, അത്യാവശ്യം സംസാരിക്കാനൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. മലയാളം ഡിഫറെൻ്റ് ആണ്, ഇംഗ്ലീഷ് ഡിഫറെൻ്റ് ആണ്. ലാംഗ്വേജ് വൈസ് അവരുടെ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾക്ക് തെറ്റിപ്പോവും. നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ തന്നെ ചിന്തിച്ച് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാനും കൂടെയുള്ളൊരു കപ്പാസിറ്റിയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള വഴികൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പം ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ എല്ലാം മലയാളത്തിൽ ഇംഗ്ലീഷിൽ തലയിൽ ചിന്തിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എടുത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കും. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വഴി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, നമ്മളിപ്പോൾ മലയാളത്തിൽ തന്നെ ആണെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം തന്നെ ഇംഗ്ലീഷ് വേർഡ്സ് കൊണ്ടുവരാൻ നോക്കാൻ പോവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു കസേരയിലാണല്ലേ, പക്ഷെ ഞാനിപ്പം അത് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ ചെയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കും. ഓക്കെ, ഞാൻ ഈ മേശയ്ക്ക് പകരം ഞാൻ ടേബിൾ എന്ന് പറയാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെ എൻ്റെ ചുറ്റിനും കാണുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇംഗ്ലീഷ് വേർഡ്സ് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കും. എനിക്കറിയാവുന്ന വേർഡ്സ് എല്ലാം കണ്ണാടി എന്ന് പറയുന്നതിന് പകരം ഞാൻ മിറർ എന്ന് പറയാൻ ശ്രമിക്കും. അങ്ങനെ ഓരോ സമയം എന്ന് പറയുന്നതിന് പകരം ഞാൻ ടൈം എന്ന് പറയാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന മലയാളം നമ്മൾ പറയുമ്പോൾ തന്നെ അതിനകത്തോട്ട് മാക്സിമം ഇംഗ്ലീഷ് വേർഡ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഓൾറെഡി വേർഡ്സ് കുഞ്ഞു കുഞ്ഞായിട്ട് പഠിച്ചു തുടങ്ങി. അടുത്തതായിട്ട് നമ്മൾക്ക് സെൻറ്റൻസസ്, ചെറിയ സെൻറ്റൻസസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ കോഫി മഗ് ഈ ടേബിളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ദ കോഫി മഗ് ഈസ് ഓൺ ദ ടേബിൾ. ഓക്കെ, അതൊരു കുഞ്ഞു സെൻറ്റൻസ് ആണല്ലേ, നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞു നമ്മുടെ ചുറ്റിനും കാണുന്ന എല്ലാം വെച്ചിട്ട് കുഞ്ഞു സെൻറ്റൻസസ് ഉണ്ടാക്കാൻ അത് നമ്മുടെ മനസ്സിൽ തന്നെ ചെയ്യണം കേട്ടോ. പുറത്തേക്ക് പറയണം എന്നല്ല, നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങനെ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, നമ്മളോട് തന്നെ ആദ്യം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ആ ഒരു കാര്യം ചെയ്യാത്തതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമോ, നമ്മൾ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മളെ ആരെങ്കിലും ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് നമ്മളെ മെയിനായിട്ട് ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത്രയും പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്, നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് അത് വേഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഈ ജഡ്ജ്മെൻറ്റൽ ഫിയർ ആണ്. നമ്മളെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമോ, അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, നമ്മളോട് തന്നെ നമ്മളൊരു റൂമിലായിരിക്കുമ്പോൾ നമ്മൾ മിററിൻ്റെ മുന്നിൽ പോയി നിന്നിട്ടൊക്കെ നമ്മളോട് തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മലയാളത്തിൽ ചിന്തിക്കരുത്, ഇംഗ്ലീഷിൽ തന്നെ വേണം നമ്മളത് ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിൽ തന്നെ പറയാൻ ശ്രമിക്കണം. നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ ആ സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രെയിം ചെയ്യണം, എന്നിട്ട് നമ്മളത് മിററിൻ്റെ മുന്നിൽ ഇംഗ്ലീഷിൽ തന്നെ പറയാനും ശ്രമിക്കണം. ഓക്കെ, മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യരുത്. ഓൾറൈറ്റ്, അപ്പം നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് നമുക്ക് അടുത്തായിട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചില വേർഡ്സൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞ്, ചില സെൻറ്റൻസിൻ്റെ പകുതി ഭാഗമൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടൊന്ന് തുടങ്ങി വെച്ചു. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മളോട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സെൻറ്റൻസസ് നമ്മളോട് തന്നെ നിന്ന് നമ്മുടെ റൂമിൽ മിററിൻ്റെ മുന്നിൽ നമ്മൾ മാത്രമുള്ള കംഫർട്ട് സോണിൽ നിന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ
ലൈഫിലേക്ക്, നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് ഒരു ഹാബിറ്റ് കൊണ്ടുവരിക. ഇംഗ്ലീഷിനെ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന, ഇംഗ്ലീഷിന് എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ള ഒരു ഹാബിറ്റ് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതായിരിക്കാം. നമ്മളെന്നും രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളായിരിക്കും, പക്ഷെ നമ്മൾ മലയാളം ന്യൂസ് പേപ്പർ ആയിരിക്കും വായിക്കുന്നത്. അപ്പോൾ നമ്മളത് പതുക്കെ ഒന്ന് മാറ്റി ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അടുത്ത മാസം മുതൽ വരുത്താൻ ശ്രമിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങുന്നു. പറ്റുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ചില ന്യൂസുകളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാനൊക്കെ പറ്റും. ഇല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു ന്യൂസ് പേപ്പർ വരുത്താൻ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറുന്നു. നമ്മൾ പൊതുവേ മലയാളം സോങ്സ് കേൾക്കുന്ന ആൾക്കാർ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആളുകളൊക്കെയാണ്, അപ്പോഴെല്ലാം നമ്മൾ മലയാളം സോങ്സ് ആയിരിക്കും കേൾക്കുന്നത്. പക്ഷേ നമ്മൾ ഇനി മുതൽ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നും ഒരു ഇംഗ്ലീഷ് സോങ് നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മൂവി കാണുക. ഇങ്ങനെയുള്ള ചെറിയ 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 ഡിഫറൻസസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് എന്നും ജേർണൽ എഴുതുന്ന ഒരു സ്വഭാവം കൊണ്ടുവരാം, ഒരു ഹാബിറ്റ് കൊണ്ടുവരാം. ഓക്കെ, അപ്പം നമ്മൾക്ക് ചിലരൊക്കെ ഓൾറെഡി ഡയറി എഴുതുന്നവരായിരിക്കും, എല്ലാ ദിവസവും ഡയറി എഴുതുന്നവരായിരിക്കും. പക്ഷെ നമുക്കതൊന്ന് ഇംഗ്ലീഷിൽ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിസ്സാരമായിട്ട് നമ്മളിപ്പം എല്ലാ ദിവസവും നമ്മളിപ്പോൾ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്രോസറി ലിസ്റ്റ് എഴുതുമോ അല്ലേ, ആ ലിസ്റ്റൊക്കെ നമ്മൾക്കൊന്ന് ഇംഗ്ലീഷിലാക്കി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ ലൈഫിലേക്ക് ഇംഗ്ലീഷിനെ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ മലയാളികളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും വി ആർ സറൗണ്ടഡ് ബൈ മലയാളം എവ്രിവെയർ. നമ്മളെല്ലായിടത്തും കേൾക്കുന്നതും എല്ലായിടത്തും വായിക്കുന്നതും എല്ലായിടത്തും എഴുതുന്നതും എല്ലാം നമ്മൾ പറയുന്നതും എല്ലാം മലയാളമാണല്ലേ. അപ്പോൾ മലയാളത്തിൽ ചുറ്റി നിന്നതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ അത് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ശീലം കൊണ്ടുവരാൻ പറ്റണം. റൈറ്റിങ്ങിലൂടെ നമ്മൾക്ക് ആ ഒരു ശീലം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ സ്പീക്കിങ്ങിലൂടെ ആ ഒരു ശീലം കൊണ്ടുവരാൻ പറ്റും, ലിസണിങ്ങിലൂടെ ആ ഒരു ശീലം കൊണ്ടുവരാൻ പറ്റും. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ റൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കും അല്ലേ, ഇംഗ്ലീഷിൽ ചിന്തിച്ചിട്ടേ നമ്മളത് എഴുതുള്ളൂ അല്ലേ. ലിസൺ ചെയ്യുമ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് അത് കേൾക്കുന്നത്. ഈ രീതിയിലൊക്കെ ഇംഗ്ലീഷ് നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഹാബിറ്റാക്കി മാറ്റാൻ പറ്റിയാൽ നമ്മൾ പതിയെ പതിയെ ഇമ്പ്രൂവ് ചെയ്യും. ഒറ്റയടിക്ക് നമ്മൾക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ഫ്ലോയിൽ സംസാരിക്കാൻ പറ്റില്ല, അത് പാടാണ്. നമ്മൾ വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ മദർ ടങ് വേറൊരു ലാംഗ്വേജാണ്. അപ്പോൾ നമ്മൾക്ക് ഒറ്റയടിക്ക് ഇംഗ്ലീഷിലേക്ക് മാറാൻ പറ്റില്ല, ഭയങ്കര ഗ്രാജുവലായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ എന്നും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നും ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഗ്രാജുവലായിട്ടുള്ളൊരു ചേഞ്ച് വരാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഇപ്പം തന്നെ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാത്രി കിടക്കുമ്പോൾ, നമ്മൾ കിടന്നിട്ട് ഒരു ഇത്തിരി നേരം എടുത്തിട്ടല്ലേ ഉറങ്ങുന്നത്. നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഉറങ്ങില്ലല്ലോ, കുറച്ച് 3-4 മിനിറ്റെങ്കിലും കാണും അല്ലേ. ആ 3-4 മിനിറ്റിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം, ഇന്ന് നമ്മുടെ ലൈഫിൽ സംഭവിച്ചായിട്ടുള്ള കാര്യങ്ങളെല്ലാം, ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യം എന്തെങ്കിലും നമ്മൾക്ക് ഒരു സന്തോഷം തരുന്ന കാര്യമോ സങ്കടം തരുന്ന കാര്യമോ ഒക്കെ ഒന്ന് നടന്നിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് രാത്രി കിടക്കുമ്പോൾ അതൊന്ന് റീക്യാപ്പ് ചെയ്യണം. റീക്യാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിൽ വേണം അതിൻ്റെ സെൻറ്റൻസസ് മനസ്സിൽ ഫ്രെയിം ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇന്ന് നമ്മൾ ചിലപ്പം ബസ്സിൽ പോയപ്പോൾ നമ്മൾക്ക് മുന്നേ അറിയുന്ന ആരെങ്കിലും, നമ്മുടെ ഫ്രണ്ട്സ്, സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിനെ ആരെങ്കിലും നമ്മളൊന്ന് കണ്ടിട്ടുണ്ടാവും, അവരോട് നമ്മളൊരു 10 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക. I saw a friend of mine today when I was traveling in the bus or whatever comes into your mind. അത് ഞാനൊരു എക്സാമ്പിളായിട്ടൊരു സാഹചര്യം പറഞ്ഞാൽ, അതുപോലത്തെ വേറൊരു കാര്യം നടന്നെന്ന് വിചാരിക്കുക. നമ്മൾ when we went to a random shop, somebody we know was already standing there and we got to talk to them. Okay, അപ്പോൾ എന്തിനെപ്പറ്റി നമ്മൾ സംസാരിച്ചത്, അതിനെപ്പറ്റിയൊക്കെ നമ്മളൊന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ചിന്തിക്കുക, ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ഓക്കെ, അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ഒരു ഹോൾ ഡേനെ റീക്യാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടി കാണും. അതെല്ലാം നമ്മുടെ തോട്ടിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രാജുവലി നമ്മളിത് കുറേ നാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കാരണം നമുക്ക് തന്നെ കുറച്ചുകൂടി ഫ്ലോയിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പോലെ നമുക്ക് തോന്നും. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങി സംസാരിക്കേണ്ടി വരുമ്പോൾ അത് നമ്മൾക്ക് കോൺഫിഡൻസ് തരും. ആ കോൺഫിഡൻസിൽ നിന്ന് വേണം നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി. ഓക്കെ, അതിനെ പോളിഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. സോ
ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഞാനൊരു പ്രോ ടിപ്പായിട്ട് പറയുന്നത് ഈ കാര്യം തന്നെയാണ്, എന്നും ചെയ്യുക. ബി കൺസിസ്റ്റൻറ്റ്. നമ്മൾക്ക് കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ഈ കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ ഇന്നലെ സോങ് കേട്ടു, എന്നിട്ട് പിന്നെ നമ്മൾ സോങ് കേൾക്കുന്ന അടുത്ത ആഴ്ചയാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾക്ക് ഉറപ്പായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല. ഞാൻ പറയുവാണ്, നമ്മളിപ്പോൾ ഈ പറയുന്ന 5 ശീലങ്ങളും ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ, പക്ഷേ ഈ 5 എണ്ണം നമ്മൾ എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും ഗുണം ഉണ്ടാവത്തില്ല. സോ ഇതിനകത്തെ കീ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. സോ നിങ്ങളിത് ചെയ്യാൻ തീരുമാനിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിതിൽ ഏത് ചെയ്താലും, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും എന്നൊരു തീരുമാനം നിങ്ങളെടുക്കുക. എല്ലാ ദിവസവും ഞാനത് ചെയ്യും എന്നുള്ള തീരുമാനം നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗ്രാജുവലായിട്ടാണെങ്കിലും ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്കിപ്പം തന്നെ പഠിച്ചിട്ട് ശരിയാവുന്നില്ല, നിങ്ങളുടെ തിരക്കുകൾ കാരണമൊക്കെ നിങ്ങൾക്ക് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് തരും. നിങ്ങൾക്ക് അവരോട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിലൂടെ നിങ്ങൾക്ക് കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അക്സ അബ്രഹാം സൈനിങ് ഓഫ്. താങ്ക് യു.